ജൂൺ 2-ന് കേരളത്തിൽ സ്കൂളുകളെല്ലാം തുറന്നിരിക്കുകയാണ്. ഏകദേശം 15,000-ഓളം വരുന്ന സ്കൂളുകൾ, പതിനായിരക്കണക്കിന് അധ്യാപകർ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അതിലേറെ രക്ഷിതാക്കൾ. ഈ സമയത്ത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് എല്ലാവരും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ ആളുകളെയും സഹായിക്കുക, അവർക്ക് പിന്തുണ നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പാപ്പിയോൺ സൊല്യൂഷൻ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പാപ്പിയോൺ സൊല്യൂഷൻ എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഓക്കെ, താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളുകൾ നിറഞ്ഞൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അംഗീകാരമുള്ളതും അംഗീകാരമില്ലാത്തതുമായ 15,000-ലധികം സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടുത്തെ 10,000-കണക്കിന് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എന്ന വലിയൊരു ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. സ്കൂളുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്, അനധ്യാപകരുണ്ട്. ഇവരുടെ എല്ലാം ക്വാളിറ്റി ഡയമെൻഷനിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്വാളിറ്റി ഉയർത്താനുള്ള വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പ്രൊഫഷണൽ കൂട്ടായ്മയാണ് പാപ്പിയോൺ സൊല്യൂഷൻസ്. നമ്മൾ പറയും സ്കൂൾ ഈസ് ഈക്വൽ ടു മാനേജ്മെൻറ്റ് എന്നൊരു വാക്ക് പറയും. സ്കൂൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു സ്കൂൾ എന്തായിരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, അത് അടുത്ത തലത്തിൽ എങ്ങോട്ട് അതിനെ സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് വിഷൻ ഉണ്ടാവേണ്ടത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ആവശ്യമുള്ള വ്യത്യസ്ത തരം പരിശീലനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, ചർച്ചകൾ, കൺസൾട്ടേഷൻ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അധ്യാപകരാണ്. എഡ്യൂക്കേഷൻ ഈസ് ഈക്വൽ ടു ടീച്ചേഴ്സ് എന്ന് പറയാറുണ്ട്. ടീച്ചർ എന്താണോ അതാണ് വിദ്യാഭ്യാസമായിട്ട് കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. അപ്പോൾ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന അധ്യാപകരെ ശാക്തീകരിച്ചാലേ സ്കൂളുകൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പോൾ അധ്യാപകരെ ശാക്തീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള വ്യത്യസ്തമായ പരിശീലന പരിപാടികൾ, കോഴ്സുകൾ, വളരെ പ്രൊഫഷണലായി ഡിസൈൻ ചെയ്ത കോഴ്സുകൾ പാപ്പിയോൺ ഇപ്പോൾ റെഡിയാണ്. ഇതുമായിട്ട് വിദ്യാർത്ഥികളാണ് മറ്റൊന്നിന് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് സ്കൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള പരിപാടികളും ഇതിനോടുകൂടെ ആസൂത്രണം തീർച്ചയായിട്ടും ഇതെല്ലാം കണക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളിലേക്കാണ്. അധ്യാപകരാണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ഒക്കെ വിദ്യാർത്ഥിയിലേക്കാണ് ഇത് പോകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലേക്ക് ഫിറ്റ് ആണോ എന്നുള്ളതാണ്. അക്കാഡമിക്കലി ഫിറ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ പറയുന്ന കോമ്പിറ്റൻസി, ഓരോ ക്ലാസ്സിലുള്ള കുട്ടിക്ക് ആ വിഷയത്തിൽ കോർ സബ്ജക്റ്റിലാണ് പഠിക്കേണ്ട കോമ്പിറ്റൻസി കുട്ടി നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് മുതൽ അതില്ലെങ്കിലുള്ള കൃത്യമായ പരിശീലനങ്ങൾ നേടിയെടുക്കാനുള്ള വ്യത്യസ്ത തരം പ്രോഗ്രാമുകൾ, വിദ്യാർത്ഥികളുടെ പ്രായാനുസൃതമായ ശേഷികൾ, ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വ്യത്യസ്ത സഹവാസ ക്യാമ്പുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ഇങ്ങനെ ജീവിതം പഠിക്കാൻ ആവശ്യമുള്ള വ്യത്യസ്ത തരം പദ്ധതികളൊക്കെ ഇപ്പോൾ നമ്മൾ പാപ്പിയോണിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ അധ്യാപകർക്ക് പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് പറഞ്ഞിട്ടുണ്ട്, രക്ഷിതാക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു അവബോധം വേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള പ്രോഗ്രാമുകളും ഈ പാപ്പിയോൺ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും ഇതൊരു പ്രോഗ്രാമിലപ്പുറം നമ്മൾ പാരൻസിനെ സ്കൂളിൻ്റെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വൈസ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പാരൻസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളും അതോടൊപ്പമുള്ള ഫോളോ അപ്പുള്ള വർക്ക്ഷോപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം പാരൻറ്റിങ് ഇന്നത്തെ കാലത്ത് വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ പാരൻസിനെ ശാക്തീകരിച്ചാൽ സ്കൂളിൽ പോകുന്ന സ്പീഡിൽ പോകുള്ളൂ. ഇല്ലെങ്കിൽ തമ്മിൽ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകും. ഇത് കുട്ടിയായിരിക്കും ബാധിക്കാൻ പോകും. അപ്പോൾ തീർച്ചയായും സ്കൂളിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടിംഗ് ഗ്രൂപ്പായിട്ട് പാരൻസിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സ്കൂളിൻ്റെ പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മാനേജ്മെൻ്റ് ആണല്ലോ. മാനേജ്മെൻറ്റിനും അത്തരത്തിലുള്ള പദ്ധതികൾ പാപ്പിയോൺ നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് ഏറ്റവും വലിയ കൺസേൺ സ്കൂളിനെ സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ്, വിഷനോടുകൂടിയുള്ള ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പ് കൃത്യമാവാനുള്ള കൃത്യമായ ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള പദ്ധതികൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച് ഒരുപാട് സ്കൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൻ്റെ അക്കാദമിക അല്ലെങ്കിൽ അക്കാദമികേതര തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പാപ്പിയോൺ ചെയ്യുന്നുണ്ട്. കൃത്യമായ കാലയളവിലൂടെ ഇത് കടന്നു പോകും. തീർച്ചയായിട്ടും സ്കൂളിന് ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷനിലേക്ക് പോകാൻ പാകത്തിലുള്ള ഫ്രെയിംവർക്കാണ് നമ്മൾ ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, അധ്യാപകേതര ജീവനക്കാർ, രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമഗ്ര തരത്തിലുള്ള പദ്ധതിയാണ് പാപ്പിയോൺ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും